ഈശോ മാത്രമാണ് മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തത്. നമ്മെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടാണ് അവർ ഉദ്ധാനം ചെയ്തത്. ഉദ്ധിതനായ ദൈവം, കാരുണ്യവാനായ ദൈവം ഇനിയും വരുമ്പോൾ വിധിയാളനായിട്ടായിരിക്കും വരുന്നത്. ആ വിധിയാളനായ ദൈവത്തിന് മുമ്പിൽ ഇപ്പോൾ നമുക്ക് കരുണയുടെ സമയമാണ്. നമുക്ക് എത്ര ചോദിച്ചാലും കർത്താവ് കാരുണ്യം നമ്മോട് കാണിക്കും. എന്നാൽ വിധിയാളനായി വരുമ്പോൾ കാരുണ്യത്തോടൊപ്പം അവിടുന്ന് വിധിയും വിധിയാളനാണ്, നീതിമാനാണ്. നീതിമാനായി അവിടുന്ന് നീതിയോടെ വിധിക്കുമ്പോൾ അവിടുത്തെ മുൻപിൽ ഭയമില്ലാതെ നിൽക്കുവാനായിട്ട് നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഇനിയുമുള്ള വളരെ പെട്ടെന്ന് നമ്മൾ ഒരുങ്ങി വിശുദ്ധമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സൂക്ഷിക്കേണ്ടത് എത്രയും ദ്രുതഗതിയിലായിരിക്കണം. ഓ ഈശോയെ, സ്നേഹം നിറഞ്ഞ നല്ല ഈശോയെ, ഈ സന്ധ്യാസമയത്ത് നിന്റെ തിരുവചനം പറയുവാനായിട്ട് എൻ്റെ സ്വന്തം നാട്ടിൽ പറയുവാൻ അവിടുന്ന് അനുവദിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നാഥാ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ നാടിനെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് നീ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. നല്ല തമ്പുരാനെ, ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കെല്ലാം അയച്ച് ഞങ്ങളെ അവിടുത്തെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നതിനെ ഓർത്ത്, മനസ്സിൽ ഐക്യം തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല നാഥ, സർവ്വം സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവമേ, ഞങ്ങളെന്നെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. വരുവിൻ, നമുക്ക് ഇവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തോട് സ്തുതി പറയും, ദൈവത്തെ സ്തുതിക്കുന്നതും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം. എത്ര കൂടുതൽ ദൈവത്തെ നാം സ്നേഹിക്കുന്നോ അത്ര കൂടുതൽ നമുക്ക് സന്തോഷം ലഭിക്കും. നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഹിതമെന്ന് അവിടുന്ന് പറയുന്നു. കർത്താവിന്റെ ശക്തമായ കരുത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന് അവിടുന്ന് പറയുന്നു. നമ്മുടെ ദൈവമായ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തേടി നമുക്കൊരു പാട്ടുപാടി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സിഹിയോനൂട്ടു ശാലയിൽ കന്യാംബികയും സ്ലീഹരുമായി പ്രാർത്ഥിച്ചിടും വേളയിൽ വന്നു നിറഞ്ഞ പാവനാത്മ ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ. സിഹിയോനൂട്ടു ശാലയിൽ കന്യാംബികയും സ്ലീഹരുമായി പ്രാർത്ഥിച്ചിടും വേളയിൽ വന്നു നിറഞ്ഞ പാവനാത്മാ ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ. പാപിയാം പത്രോസിന് ധൈര്യം പകർന്ന ദൈവാത്മാ, രക്തസാക്ഷികളേവരിലും ശക്തി കൊടുത്ത ദിവ്യാത്മാ, നന്മ തിന്മകൾ വിഭജിച്ചറിയാൻ ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ. ആകുലരും മനപീഡിതരും ആനന്ദക്ഷതമേറ്റവരും പാപത്തിൻ നിറശാപത്താൽ പല പല രോഗബാധിതരും നിന്നെ വിളിച്ചു കേഴുന്നു. വന്നു വസിക്കൂ പാവനാത്മ, വന്നു വസിക്കൂ പാവനാത്മ. സിഹിയോനൂട്ടു ശാലയിൽ കന്യാംബികയും സ്ലീഹരുമായി പ്രാർത്ഥിച്ചിടും വേളയിൽ വന്നു നിറഞ്ഞ പാവനാത്മാ ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളിൽ വന്നു വസിച്ചിടണേ. നിൻ വരദാനങ്ങൾ നിറയ്ക്കണമേ.
ഈശോയിൽ സ്നേഹം നിറഞ്ഞ